ജോയ് മണ്ണൂരിനെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ലെനിൻ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ബിഷപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബിഷപ്പ് ഹൗസിൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയപ്പോൾ മറ്റു ചിലർ പറഞ്ഞപ്പം അദ്ദേഹം വളരെ അവശ നിലയിലാണ്, കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ അദ്ദേഹം സ്ഥാനമേറ്റ ഉടനെ, ഞാനന്ന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിനെ വിളിച്ച് ഒരു മീറ്റ് ദി പ്രസ് കൊടുത്തത് അദ്ദേഹത്തിന് ഇന്നും മറന്നിട്ടില്ല. എന്നെ കാണുമ്പോൾ ഞങ്ങൾ നിരവധി പരിപാടികൾ ഒന്നിച്ച് പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഏറെ അഭിമാനമുണ്ട്. സുഭാഷ് ഇവിടെ ഇരിപ്പുണ്ട്. സെക്രട്ടേറിയറ്റിലെ സിസ്റ്ററും കുട്ടികളും ഇവിടെ ഉണ്ട്. ഞാൻ അവിടുത്തെ പണ്ടത്തെ PTA പ്രസിഡൻ്റാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അധികം നാളുകളൊന്നും ആയിട്ടില്ല, കുറേ അധികം വർഷം ഞാൻ അവിടുത്തെ PTA പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എനിക്കും കൂടിയാണ് ഈ അവാർഡ് ഇന്ന് കിട്ടുന്നത് എന്നുള്ളതിൽ എനിക്ക് സന്തോഷം തോന്നി. ബിന്നി ഇവിടെ 1ാം ചരമവാർഷികമാണ് ഇന്ന്. ദീപ്തമായ ആ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ഒരിക്കലും നിറം മങ്ങാത്ത, ഒരിക്കലും മരണമില്ലാത്ത ചിരജീവികളെ പോലെ നമ്മുടെ ഇടയിൽ എന്നും ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അത്തരം ഒരു വ്യക്തിത്വമാണ് ബിന്നി പെട്ടി. അദ്ദേഹം ഒരു വ്യക്തി എന്നതിന് അപ്പുറം ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞ ദശകങ്ങളിൽ വളരുന്നത് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപക്ഷെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ എന്ത് എന്നുള്ളതായിരുന്നു തൃശ്ശൂർക്കാർക്ക് സംശയം. കായിക മേഖല എടുത്താൽ അവിടെയുണ്ട് വ്യാപാരി വ്യവസായിയുടെ ഏറ്റവും സമുന്നത നേതാവ്. ഈ വാസ്തവത്തിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഈ വ്യാപാരി സമൂഹത്തെ മോചിപ്പിക്കാൻ ഇത്രയധികം മുന്നണി പോരാളിയായി പടപുരുതിയ ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് സംശയം. ഒരു മാധ്യമ സുഹൃത്തായിരുന്നു അദ്ദേഹം. ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ സമ്മേളനം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു. അത് വിളിച്ചു കൂട്ടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വ്യാപാര ലെനിനോടും പിന്നെ ആലോചിച്ചു. അപ്പം ബിന്നിയോടാണ് ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങനെ വലിയൊരു സമ്മേളനം വരുന്നുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ ജില്ലയിലെ മന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ട്, കൂടാതെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. ബിന്നി അതിൻ്റെ സംഘാടക സമിതിയിൽ വേണം. തീർച്ചയായിട്ടും എന്താണെങ്കിൽ മണൂർ അന്നേരം പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളുടെ ഒപ്പമല്ല നിങ്ങളുടെ മുമ്പിലുണ്ടാകും എന്ന് വാക്ക് നൽകിയതാണ്. അതിനിടയിലാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത നേരത്ത്, അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോ അറിയാത്തൊരു നേരത്ത് ഒരു സാധാരണ ചെങ്കപ്പ് പോലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം ജീവനില്ലാത്ത ഒരു വ്യക്തിത്വമായി നമ്മുടെ ഇടയിലേക്ക് മടങ്ങി വന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊണ്ട് കിടത്തിയപ്പോൾ ഒഴുകിയെത്തിയ ജനസഞ്ചയം, ബിന്നി ആരായിരുന്നു, അദ്ദേഹം ഈ തൃശ്ശൂരിൻ്റെ മനസ്സിൽ, കേരളത്തിൻ്റെ മനസ്സിൽ
അദ്ദേഹം ഉണ്ടാക്കിയ ആ സ്വാധീനം എത്ര വലുതാണെന്ന് തൃശ്ശൂരിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് അത്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ, അതിൽ കലാകാരന്മാരുണ്ട്, കായിക പ്രേമികളുണ്ട്, അങ്ങനെ എത്രയോ പേര് അന്നിവിടെ ഒഴുകിയെത്തി. അദ്ദേഹം വ്യാപാര കേരളത്തിന് വേണ്ടി ഒരു മാസിക ഇറക്കി, വ്യാപാര കേരളം എന്ന് പറഞ്ഞ്. ആ മാസിക വെറും വ്യാപാരികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, ജനകീയ വിഷയങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളും വളരെ സൗമ്യക്കായി സമന്വയിപ്പിക്കാൻ കഴിയുന്ന വളരെ ഉജ്ജ്വലമായ ഒരു മാസികയായി അതിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹം ചില മാറ്ററൊക്കെ അയച്ചു തന്നിട്ട് ചോദിക്കും, ഇത് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലേ? ഞാൻ എൻ്റെ ലാപ്പിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നത് കുഴപ്പമില്ല, നന്നായിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ എല്ലാ രംഗത്തും. അപ്പം ഏത് നിലത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നെനിക്കറിയില്ല. ഒരു മാധ്യമ പ്രവർത്തന മേഖല, അല്ലെങ്കിൽ ഹോക്കി ഫെഡറേഷൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. സുഭാഷൊക്കെ സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നാണ്. ഇവിടെ സുരേഷ്, എൻ്റെ സുഹൃത്ത് കൂടുതലാവുമ്പം അല്പം തെറ്റുന്നതാണ്. സുരേഷ് ഹോക്കി ഫെഡറേഷൻ്റെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒക്കെ നടന്ന അഖിലേന്ത്യ ടൂർണമെൻ്റ് ഉൾപ്പെടെ ഹോക്കി ഫെഡറേഷന് വേണ്ടി അദ്ദേഹം അർപ്പിച്ച സേവനം അത് എടുത്തെടുത്ത് പറയണം. നേരത്തെ ലെനിൻ പറഞ്ഞു, സെവൻസ് ഫുട്ബോള്, ബേസ്ബോള്, ഇങ്ങനെ എല്ലാ മേഖലയിലും. ഇന്നാളും നമ്മുടെ കലാനിലയത്തിൻ്റെ അനന്തപത്മനാഭൻ ഈയിടെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂരിൽ ഈ നാടകം കുറേ നാൾ നിലച്ചു കിടന്ന കലാനിലയത്തിൻ്റെ നാടകം അന്ന് കടമറ്റത്ത് കത്തനാരിവിടെ കളിച്ചു. ഇപ്പം അത് രക്തരക്ഷസായി വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാടകം കളിക്കാനായിട്ട് പല തടസ്സങ്ങളും വന്നപ്പോൾ ഈ നാടകം ഇവിടെ കളിക്കാൻ അതിൻ്റെ തുറക്കാത്ത വാതിലുകളെല്ലാം തുറക്കാൻ വേണ്ടി മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചത് ബിന്നിയായിരുന്നു. ദീർഘമായ ഒരു പ്രസംഗം ഇനി ഞാൻ മുതിരുന്നില്ല. ഇന്നിവിടെ അവാർഡ് കിട്ടികളെയും മറ്റ് അനുമോദനങ്ങൾ ലഭിച്ചവരെയും എല്ലാം അനുമോദിക്കുന്നു. ബെന്നിയുടെ ദീപ്തമായ സ്മരണ ഒരിക്കലും കടകാതിരിക്കട്ടെ. ഓരോ വർഷവും ഇതുപോലെയുള്ള ജനകീയ പരിപാടികൾ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് ഏതു നിലയ്ക്കും കർമ്മനിരതനല്ലാത്ത ഒരു ബെന്നിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു വർഷത്തെ ഒരു പരിപാടിയല്ല, ഏതു നിലയ്ക്കും എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു, നമുക്ക് തന്നെ പറയുന്ന എന്താ പറയുക, ഒരു റോബോട്ടിനെ പോലെ എടുക്കുന്ന എല്ലാ ഭാരവും അത് ലഘുവാണ് എന്ന് കണ്ട് തൻ്റെ വേണ്ട അനുയായികളെയും സഹപ്രവർത്തകരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കിക്കൊണ്ടിരുന്ന ബിന്നിയുടെ ആ ദൗത്യം ഇപ്പോൾ ജോയ് പ്ലാശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ ലോകത്തെ പ്രവർത്തകർ തീർച്ചയായിട്ടും ആ നല്ല പ്രവർത്തനങ്ങളൊക്കെ സർവാത്മക സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.